ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി ആയിട്ടാട്ടോ. ഞാൻ ആക്ച്വലി ഇത് ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഇപ്പോഴാണ് എനിക്കൊരു പ്രോപ്പർ ടൈമായിട്ട് തോന്നിയത്. നമ്മൾ ആദ്യം തന്നെ ഒരു പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. നമ്മളൊരു എൻഡ് സ്റ്റേജ് പ്രഗ്നൻസിൻ്റെ ഒരു എൻഡ് സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു എൻ്റെ സ്റ്റോറി നമുക്ക് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു തരാൻ പറ്റുക. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു 8 months ലാസ്റ്റ് സ്റ്റേജിലോട്ട് 9 months ആവും ബൈ 2 weeks. അപ്പോൾ എന്താ പറയുക, ഒരു കംപ്ലീറ്റ് പ്രഗ്നൻസി ജേർണീൻ്റെ ഒരു എൻഡിങ് ടൈമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയാണ് നമ്മൾ അറിയുന്നത് ഒരു October 4th ആ ഒരു ഡേറ്റിലേക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒരു പീരിയഡ്സിൻ്റെ ഡേറ്റ് നമ്മൾ സ്കിപ്പ് ആകുമ്പോൾ നമ്മൾ കാർഡ് ടെസ്റ്റ് എടുത്ത് നോക്കുകയാണല്ലോ സാധാരണ ചെയ്യുക. അപ്പോൾ ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിന് ശരിക്കും ഒരു ഷോക്ക് ഫീലിംഗ് ആയിരുന്നു. ഒട്ടും പ്ലാൻഡ് അല്ല, നമ്മളോട്ട് പ്രിപ്പയർഡ് അല്ല. അപ്പോൾ എന്താ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഫീലായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും ഡിസിഷൻ എടുത്തു, നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാം, നമുക്ക് മൂവ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് ഞാൻ ഹസ്ബൻഡും കൂടി എത്താണ് ഉണ്ടായത്. നമുക്ക് പ്രഗ്നൻസി ജേർണിയിൽ ആദ്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ ചലഞ്ചസ്, മെൻ്റൽ ചലഞ്ചസ് ഒക്കെയാണല്ലോ. അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടാകുന്ന സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് October 2 ഒക്കെ ആകുമ്പോൾ നെക്സ്റ്റ് പീരിയഡ് ടൈമാണ്. ആ ഒരു ടൈമിൽ ഒരു 2 days തൊട്ടിട്ട് എനിക്ക് നൈറ്റ് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ, വെളുപ്പിന് 2 മണിയാകുമ്പോൾ നല്ല വയറുവേദന എടുക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പീരിയഡ്സ് ആവുന്ന എക്സാക്ട്ലി ഒരു പീരിയഡ്സ് ആവുന്ന സെയിം സിംറ്റംസ്. നമുക്ക് നല്ല വയറുവേദന, മൊത്തം എനിക്ക് പൊതുവെ BP ലോ ആണ്. അപ്പോൾ മൊത്തം ഒരു ഫെയിൻറ്റിങ് ഫീല്, അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടി. 2 മണിക്ക് വെളുപ്പിന് എണീറ്റ് ഞാൻ നടക്കും റൂമിലൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പീരിയഡ്സ് ആവുന്നതിൻ്റെ ഒരു സിംറ്റംസ് ആണെന്ന് വിചാരിച്ചു. ബട്ട് ഡേറ്റും സ്കിപ്പായപ്പോൾ ഈ പെയിന് നിൽക്കുന്നില്ല. വെളുപ്പിനാവുമ്പോൾ വേറെ ഒരിക്കലും ഉണ്ടാവില്ല, വെളുപ്പിനാവുമ്പോൾ നല്ല പെയിൻ വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിശപ്പ് എനിക്ക് നല്ല കൂടുതലായിരുന്നു. പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നതിന് മുന്നേ, ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് നല്ല വിശപ്പ് വരുമായിരുന്നു, പതിവിന് കൂടുതൽ വിശപ്പ്. പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഫുഡ് വരെയൊക്കെ കഴിക്കാത്തതുകൊണ്ടും ടൈമിങ്ങിനൊന്നും കഴിക്കാത്തതുകൊണ്ട് ബോഡിയിൽ ചിലപ്പോൾ ബോഡിയിലുള്ളൊരു ആ ഒരു ക്ഷീണമില്ലേ, അപ്പോൾ അതിൻ്റെ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശക്കും, എനിക്ക് എന്തിനോടോ ക്രേവിങ്സ് ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പൊതിച്ചോറ് കഴിക്കാൻ തോന്നി. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആവുമെന്ന് ഒട്ടും വിചാരിക്കുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറുവേദന. പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, നമ്മൾ കാർഡ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു 1 weekോളം വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസിൻ്റെ കേസസിലും ഈ വയറുവേദന വരും എന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 week നമ്മൾ കാർഡ് ടെസ്റ്റ് എടുത്ത് 1 week കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു നോക്കുമല്ലോ, അങ്ങനെ നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു October 10 ഒക്കെ ആയപ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും, ഹസ്ബൻഡിനും എനിക്ക് ലീവ് വരുന്ന ഒരു ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമ്മുടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റേഷണൽ സാക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടോ, റീകൺഫർമേഷൻ ചെയ്യും അവർ. ജസ്റ്റ് കാർഡ് ടെസ്റ്റ് മാത്രം എടുത്താൽ പോരല്ലോ. അപ്പോൾ അവർ റീകൺഫർമേഷന് വേണ്ടിയിട്ട് സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്യും. ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ് ചെയ്യുക കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ പോയി. അപ്പോൾ ആദ്യം എന്നെ കയറ്റിയിട്ട് സാക്കൊക്കെ ഉണ്ടോയെന്ന് നോക്കി. ഹസ്ബൻഡിനെയും വിളിച്ചു. എന്നിട്ട് നമ്മൾ രണ്ടുപേരോടും പറഞ്ഞു, ഒരു സാക്കും കാണുന്നില്ല, എൻഡോമെട്രിയത്തിനൊരു കട്ടി പോലെ തോന്നുന്നുണ്ട്, പക്ഷേ വേറെ സാക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ശരിക്കും കാർഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കൺഫേംഡ് അല്ലായിരുന്നു. ശരിക്കും പ്രഗ്നൻസി കാർഡിൽ ശരിക്കും ആ ലൈൻ ശരിക്കും പ്രോപ്പറായിട്ട് വന്നില്ല. അപ്പം ഞാൻ വന്നു എന്നുകൊണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോണിലെടുത്ത് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും HCG ഒന്ന് ടെസ്റ്റ് ചെയ്യാം. HCG നമ്മുടെ പ്രഗ്നൻസി ഹോർമോണാണ്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അത് കൺഫേം ആക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം, എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാകെ കൺഫ്യൂഷൻ. ഈശ്വര, നമ്മൾ കാർഡ് ടെസ്റ്റിൽ പോസിറ്റീവ് കണ്ടു. നമ്മളാണെങ്കിൽ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തു. പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു, HCGൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അതിൽ HCG കൗണ്ട് നല്ല ഹൈ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വീക്സ് വെച്ചിട്ട് ഒരു 1 month കഴിഞ്ഞു, 6 weeks ആ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നതല്ലോ ഡോക്ടർ കാണാനായിട്ട്.
അപ്പോൾ ആ ഒരു ടൈം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഗസ്റ്റേഷൻ സാക്കും കാണണം, അതുപോലെ തന്നെ ലൈക്ക് നല്ല ആ ലൈക്ക് ഒരു 6 വീക്സിനുള്ളതിന് ആവശ്യത്തിന് കൂടുതലായിട്ടുള്ള HCG ഹോർമോൺ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലൈക്ക് ഞാൻ പെട്ടെന്ന് റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. കാരണം സാധാരണ എക്ടോപിക് പ്രഗ്നൻസിൻ്റെ കേസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് സാക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇതുപോലെ HCGൻ്റെ കൗണ്ടൊക്കെ കൂടുതലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വന്ന് കൺസൾട്ട് ചെയ്യണം, ഏതെങ്കിലും ദിവസം പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ വരാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ ഒന്നുകൂടെ എന്നെ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്തു. നോക്കിയപ്പോൾ അന്ന് സാക്കൊക്കെ വിസിബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ എനിക്ക് കുറച്ച് മെഡിസിൻസ് എഴുതി തന്നു, ലൈക്ക് ഫോളിക് ആസിഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് എഴുതി തന്നു. പിന്നെ പ്രൊജസ്ട്രോൺ എന്നോട് കഴിച്ച് തുടങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പ്രൊജസ്ട്രോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു വെറുതെ ഹോർമോൺസ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തു. പ്രൊജസ്ട്രോൺ വാങ്ങിച്ചില്ല, ഫോളിക് ആസിഡ് ഞാൻ വാങ്ങിച്ചു, കഴിച്ചു തുടങ്ങി. അങ്ങനെ ഒരു 1 വീക്കൊക്കെ പോയി. ഒരു 6 വീക്സിലാണ് ഞാൻ ഈ പറഞ്ഞ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്ത് കൺഫർമേഷൻ ചെയ്യുന്നത്. ഒരു 2 months ഒക്കെ ഒരു വലിയ പ്രശ്നമില്ലാതെയൊക്കെ പോയി. വയറുവേദന ഉണ്ടാവും വെളുപ്പിന് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജോബിന് പോവാ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ അങ്ങ് മൂവ് ഓൺ ആയിപ്പോയി. ഒരു 2 months ഒക്കെ ആയി തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് നല്ല വോമിറ്റിംഗ് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്മെല്ലും പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു സ്മെല്ലും ഒരു ഫുഡും എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ത് കുടിച്ചാലും വോമിറ്റ് ചെയ്യുക, ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ നല്ല വിശപ്പായിരിക്കും. നേരെ വെളുക്കുമ്പോഴേ നമ്മുടെ വയറ് ഇരിഞ്ഞിട്ട് എഴുന്നേക്കുക. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ നോക്കും, കുറേ ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കും ഡ്രൈ ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറയുമല്ലോ, ബിസ്ക്കറ്റ്സോ ബ്രെഡ്സോ. ഞാൻ എണീറ്റ് പാടെ ബെഡിൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ടുപോയി വയ്ക്കും. പക്ഷെ അത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, അത് കഴിക്കാനും തോന്നില്ല, അത് തൊട്ടേ അങ്ങ് വോമിറ്റിങ് തുടങ്ങും. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം എനിക്ക് 2 മാസം തുടങ്ങിയ തൊട്ടിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ അങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈക്ക് മൊത്തത്തിൽ ഞാനങ്ങ് ഡൗൺ ആയി, എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ലാതായിപ്പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു, ഇനിയിപ്പോൾ ഇങ്ങനെയായിരിക്കും മുന്നോട്ട്. എനിക്ക് പഴയൊരു ഞാനായിട്ട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. കാരണം എനിക്ക് ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഞാനിങ്ങനെ വീക്കായി വന്നുകൊണ്ടിരിക്കുക, വെറുതെ ഇരുന്ന് കരയുക, എന്തൊക്കെയോ ചെയ്യുക. എന്തെങ്കിലും പുറത്തെന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് ഒന്നും വേണ്ട. സത്യം പറഞ്ഞാൽ ഒരു സാധനം കഴിക്കാൻ തോന്നില്ല. ഫ്രൂട്ട്സ് പോലും നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് അങ്ങനെ ഒരു ഇഷ്ടമില്ല ഒന്നിനോടും. പിന്നെ കരിക്ക് വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു. പക്ഷേ കരിക്ക് കുടിച്ചാലും ഞാൻ വൊമിറ്റ് ചെയ്യും. ആ ഒരു ടൈമിൽ നമുക്ക് ആ മൊത്തം ബോഡി വീക്കാകുമ്പോൾ ഈ കരിക്ക് കുടിക്കുമ്പോൾ ഒരു എനർജി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് വൊമിറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഞാൻ കിടക്കുമ്പോഴേക്ക് അടുത്തൊരു ബോട്ടിലേക്ക് എടുത്ത് വെക്കും. കാരണം എണീറ്റ് പോകാൻ പറ്റില്ലല്ലോ ബാത്റൂമിലേക്ക്. ഇങ്ങനെ തന്നെയായിരുന്നു ഞാനപ്പോൾ. സത്യം പറഞ്ഞാൽ 2 മാസം തൊട്ടിട്ട് നല്ലതായിട്ട് ഞാൻ അങ്ങ് ഡള്ളായി തുടങ്ങി. എനിക്ക് ജോബിന് പോകാൻ പറ്റുന്നില്ല. ഞാൻ ലൈക്ക് എനിക്ക് എൻ്റെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ ഒരു ലെവലിലേക്ക് പോയി. എൻ്റെ BP ഡൗൺ ആയി തുടങ്ങി, ഞാൻ ഫെയിൻറ്റിങ് ആയി തുടങ്ങി. എൻ്റെ വെയിറ്റ് 4 കിലോളം 2 വീക്സ് കൊണ്ട് 4 കിലോളം ഡൗൺ ആയി കുറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരു കൺഫ്യൂസ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പം ഞാനും ഹസ്ബൻഡ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എല്ലാം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്താ പറയുക, ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ, ഞാനത് കഴിക്കാൻ പോകുന്നില്ല, എനിക്ക് അതൊന്നും വേണ്ട. ഇങ്ങനെ ഡേയ്സ് പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ വീക്കായി വരാമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു 3rd month ലാസ്റ്റ് വരെ ഞാൻ നോക്കി. പക്ഷേ എനിക്ക് മനസ്സിലായി തുടങ്ങി, കാരണം ഈ വൊമിറ്റിംഗ് ഉടനെ നിൽക്കാൻ പോകുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഹെൽത്തിൽ നല്ല രീതിയിൽ വീക്കായി വന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ലീവ് എടുത്ത് നോക്കി, എന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. സ്റ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 3rd month ലാസ്റ്റൊക്കെ ആയി. 4th month ബിഗിനിങ്ങിലാണ് നാട്ടിലോട്ട് പോകാമെന്നൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ നാട്ടിലോട്ട് വരുന്നത്. അങ്ങനെ നാട്ടിലോട്ട് വരുന്നു. അപ്പോഴും ഈ സ്റ്റിൽ വോമിറ്റിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നാട്ടിൽ വന്നിട്ടും എനിക്കൊന്നും അങ്ങനെ വേണ്ട.
എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്നത് വെജിറ്റബിൾ എന്തെങ്കിലുമാണ് കേട്ടോ. ഫിഷോ ചിക്കൻ അതുപോലെ മീറ്റ് ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ട, ഫിഷ് ഐറ്റംസും വേണ്ട, എഗ്ഗ് ഒന്നും വേണ്ട. ഫ്രൂട്ട്സും ഭയങ്കര സെലക്റ്റീവാണ്. ആകെ കൂടി ഞാൻ കഴിക്കുന്നത് പച്ചക്കറി എനിക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ആക്കി തന്നു കഴിഞ്ഞാൽ കഴിക്കും. സ്മെൽ എനിക്ക് തീരെ പറ്റില്ല. അങ്ങനെ ആയി തുടങ്ങി. അങ്ങനെ ഒരു 4th മന്തായി, 5th മന്തായി. ലൈക്ക് അതിനിടയ്ക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴെല്ലാം വലിയ പ്രശ്നമില്ലാതെ പോയി. പിന്നെ എൻ്റെ ഒരു പ്രശ്നം, എനിക്ക് വയറധികം ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ വയറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊതുവെ എല്ലാവരും പറയുമായിരുന്നു വയറേ ഇല്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ സ്കാനിങ്ങിലൊക്കെ നോർമലായിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെ 5th മന്ത് കഴിഞ്ഞു. 5th മന്ത് ലാസ്റ്റൊക്കെ ആയി. ഒരു 6th മന്തൊക്കെ ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു വോമിറ്റിംഗ് ഏറെക്കുറെ കുറഞ്ഞു തുടങ്ങി. പിന്നെ വല്ലപ്പോഴും ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് വോമിറ്റിംഗ് നിന്നു. ആഴ്ചയിൽ ഒരിക്കലൊക്കെ എന്തായാലും ഉണ്ടാവും, ചില ഫുഡ് കഴിച്ചാലൊക്കെ ഉണ്ടാവും. അങ്ങനെ വോമിറ്റിങ്ങിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു കേട്ടോ. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ ആയിരുന്നു കാലുവേദന. എനിക്ക് വെരിക്കോസ് വെയിൻ ആ ഒരു സ്റ്റാർട്ടിങ് പോലെ വന്നു. നല്ല മസിൽ പിടുത്തം, വെളുപ്പങ്കാലം എണീക്കുമ്പോൾ ഇതുപോലെ മസിൽ പിടിച്ചു, നല്ല കാലുവേദനയൊക്കെ എടുത്ത് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ മഗ്നീഷ്യം ടാബ്ലറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ടാബ്ലറ്റ്സ് അറിയാമല്ലോ അല്ലേ, അയൺ ടാബ്ലറ്റ്സും കാൽസ്യം നമ്മൾ എടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ കാലുവേദനയും കൂടി വന്നുകൊണ്ട് എനിക്ക് മഗ്നീഷ്യം കൂടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മഗ്നീഷ്യം എടുത്തു തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു 7 മന്തായി, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സ്കാനിങ്ങിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ 8ാം മാസം വിശപ്പ്, ഈ ടൈമിലൊക്കെ എനിക്ക് നല്ല വിശപ്പുണ്ടാവും കേട്ടോ. വിശപ്പിനൊരു കുറവില്ല. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഒരു 1 hour ബ്രേക്ക് എടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള വിശപ്പ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് അങ്ങനെയാണ്, നമ്മൾ ബോഡി അത്രയും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ വരുന്നത്. പിന്നെ 8ാം മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിശപ്പ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. പിന്നെ എനിക്ക് ഫുഡിനോടൊന്നും അത്രയ്ക്ക് ലൈക്ക് ഒരുപാട് ഫുഡ് ഇങ്ങനെ 1 hour ബ്രേക്ക് എടുത്തൊന്നും കഴിക്കണം എന്നില്ല. നോർമലി നമുക്ക് പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടാവുന്ന പോലെ മോർണിംഗ് കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം, നൈറ്റ്, അങ്ങനെ ഒരു ഷെഡ്യൂളിലേക്ക് നമ്മൾ മാറി. എനിക്കിപ്പോൾ തോന്നിയൊരു കാര്യം, അബ്രോഡുള്ളപ്പോൾ ഉള്ളൊരു പ്രഗ്നൻസി അത്ര ഈസി അല്ല. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലാണ്. പക്ഷേ അബ്രോഡ് നമ്മളിപ്പോൾ ഹസ്ബൻഡും വൈഫും മാത്രമാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി ചോദിക്കാൻ പോലും ഒരു റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമുക്ക് നെയ്ബേഴ്സോ അങ്ങനെ വേറെ ആരും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു നമ്മളൊരു കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു കംഫർട്ട് ലെവൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. ശരിക്കും അബ്രോഡുള്ളവർ ഉടനെ എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞ കാര്യം. കുറച്ച് ചിന്തിച്ചിട്ട് പ്ലാൻ ചെയ്തെടുക്കേണ്ട ഒരു ഡിസിഷൻ കൂടിയാണ്. അങ്ങനെ ഇപ്പോൾ 8 months റണ്ണിങ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 8ാം മാസം തൊട്ടിട്ട് നമുക്ക് ആ വിശപ്പും കാര്യങ്ങളും നിൽക്കും. പിന്നെ ഇപ്പോൾ എനിക്ക് വോമിറ്റിംഗ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ വീക്കിലുള്ളതും കുറഞ്ഞു, എന്തെങ്കിലും പിടിക്കാതെ. എന്നാലും നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവും. എല്ലാം ഒന്നും കഴിക്കാനൊന്നും അത്രയ്ക്ക് ക്രേവിങ്സ് ഒന്നും ഉണ്ടാവണം എന്നൊന്നുമില്ല. ഇപ്പം എനിക്ക് സ്റ്റില്ലുള്ളത് കാലുവേദന എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. വെളുപ്പിന് എണീക്കുമ്പോൾ ചിലപ്പോൾ മസിൽ പിടിക്കും. ഇപ്പോൾ ചിലപ്പോൾ ആ ഡേ നമ്മൾ ഒരുപാട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ധന്വന്തരം തൈലം, ഈ ടാബ്ലറ്റിന് ഒപ്പം തന്നെ ഞാൻ ധന്വന്തരം തൈലം യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കുളിക്കാൻ നേരത്തെ അത് കുളിക്കുന്നതിന് മുന്നേ നമ്മളൊരു 1/2 hour ഈ എണ്ണ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ ഈ ശരിക്കും പെയിൻ നല്ല റിലീഫ് ഉണ്ടാവും. അന്ന് നമുക്ക് മസിലൊന്നും അങ്ങനെ പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ മസിൽ പിടുത്തമുള്ള പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്യണം കേട്ടോ. ധന്വന്തരം തൈലം എല്ലാ മെഡിക്കൽ ഷോപ്പിലും, ആയുർവേദ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതാണ് എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ആദ്യം തൊട്ടുള്ള പല സ്റ്റേജസിലുള്ള ജേർണി ആയിരുന്നു. ആദ്യം വയറുവേദനയിൽ തുടങ്ങി, പിന്നെ വോമിറ്റിംഗ്, പിന്നെ കാലുവേദന, പിന്നെ വിശപ്പില്ലായ്മ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ വന്നതാണ് കേട്ടോ. വിശപ്പൊന്നുമില്ല, അതായത് നമ്മുടെ ലൈക്ക് യൂട്രസ് വലുതായിട്ടുണ്ട്, കുട്ടി ഉണ്ടല്ലോ, കുട്ടി മാക്സിമം ഗ്രോത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇൻറ്റെസ്റ്റൈൻ യൂഷ്വലി കംപ്രസ്ഡ് ആവും. അതാണ് നമുക്ക് ആ വിശപ്പ് കുറയാനുള്ളൊരു റീസൺ. അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് ക്വൈറ്റ് നാച്ചുറലാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.